ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെസ് പ്ലസ് സീരീസിൻ്റെ 32ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ റൈഡ് വിളിക്കാൻ പോകണം ഗൈസ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടപ്പിയാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ടോട്ട വേണം. ടോട്ട അല്ലെങ്കിൽ ടോട്ട വേണം. ടോട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാവില്ല. പിന്നെ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഞാൻ റേഡിയോ ഫാം ഉണ്ടാക്കും ഗൈസ്. എന്നിട്ട് ആ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഔട്ട് പോസ്റ്റും കണ്ടുപിടിച്ച് പോവാനുള്ളത് ഈ വഴി നേരെ കൊണ്ടുപോയാൽ മതി. ഞാൻ ബോട്ട് എടുക്കാൻ പറഞ്ഞു. ബോട്ട് എടുക്കാം. അപ്പോൾ സമയങ്ങളെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇവിടെ നോക്കിയാണ് കുറച്ചധികം അയൺ കോലുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ സ്പോണായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമില്ല, ഞാൻ ബോട്ട് എടുക്കാൻ മറന്നു. ഞാൻ ബേസിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ബേസെത്തി. ഞങ്ങൾക്ക് ഇവിടുത്തെ ബോട്ട് അങ്ങനെ എടുക്കാം ഗൈസ്. ഞാൻ ആ ബോട്ട് പൊട്ടിച്ചെടുത്തു. എൻ്റെ ഓക്സിജൻ നിൽക്കണം ഗൈസ്. ഇത്ര നേരമാണല്ലോ നമുക്ക് എടുക്കാം. എന്നോട് കോണ്ടിവിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും കുറേ നേരമൊക്കെ. ഞാൻ ചിലപ്പോൾ എൻ്റെ മെഗാ പ്രോജക്റ്റില്ല ഇത് ചിലപ്പോൾ ചെയ്യും. പിന്നെ മെഗാ ബേസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോഴത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ, അപ്പോഴേക്കും നല്ല റിസോഴ്സൊക്കെ ആവുകയാണെങ്കിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആ റേഡിയോ ഫാമിന് ഔട്ട് പോസ്റ്റിന് അടിക്കും ഗൈസ്. അതിനായിട്ട് നിങ്ങൾ ആ സൈഡ് വീടിരിക്കുന്ന സൈഡ് അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ പിന്നെ ക്യാരറ്റ് വാങ്ങല എഫ് എന്നിട്ടതില്ലേ. കുറേ ക്യാരറ്റ് ഉണ്ടായിരുന്നു തന്നെയുള്ളൂ. അന്ന് കണ്ടത്ര തന്നെയുള്ള ക്യാരറ്റ് ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ ഇവിടെ എഫ് കെ ഒന്നും നിന്നിട്ടില്ല. നോക്കിയാവട്ടെ. അല്ല കൂടി ഉണ്ട്. CD 10 ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഗോൾഡ് വാങ്ങല എഫ് കെ എന്നപ്പോഴേ ഈ ഫാം ചിലപ്പോൾ വർക്കായതാവും. ഗോൾഡ് ഫാം ഇതിൻ്റെ തൊട്ട് താഴെയാണ്. ഇത് ഈ പൊസിഷനായിട്ട് കൊണ്ട് വന്നിട്ട് ഇവിടേക്ക് വരിക ഗൈസ്. എന്നിട്ട് ഈ വഴി അങ്ങ് നേരെ പോയാൽ മതി. അങ്ങ് നേരെ പോയഞ്ഞാൽ ഔട്ട് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തും. ഇപ്പം തന്നെ രാത്രി ആവാറായി. ചിലപ്പോൾ ഞാൻ രാവിലെ ആക്കിയിട്ട് ഞാൻ അവിടേക്ക് പോകണുള്ളൂ. ഞാൻ ഔട്ട് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനത് എവിടേക്ക് എത്തിയിട്ടുണ്ട്. വില്ലേജ് ഔട്ട് പോസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടാണ്. ഗെയിമൊക്കെ നല്ല ലാഗ് ഉണ്ട്. ആ മഞ്ഞുമലയുടെ മുകളിൽ കേൾക്കണത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അവിടെ കാണാനുണ്ട്. ഞാൻ ഒരു വട്ടം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബേഡാമ പിടിച്ച ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നോക്കി നോക്കാം, നമുക്ക് അവിടെ ബേഡാമ പിടിച്ചവരുണ്ടായി. അവനെ കൊന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം. എൻ്റെ നല്ല ആളുണ്ട്. ഞാൻ ഷീൽഡാണ് ഇൻവെർട്ടർ തന്നെ ഉണ്ട്. ഇടാൻ മറന്നു. ഞാൻ സ്നീക്ക് ചെയ്തിട്ട് വല്ല കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ അമ്പ് പിടിച്ച് നടക്കണമാര് എൻ്റെ വ്യക്തിക്ക് അമ്പ് പിടി. ഇതിൻ്റെ മേലെ ഇത് മറ്റേ സ്നോ ആണെന്ന് തോന്നുന്നു. ഇവിടെ താന്നു പോണ സ്നോ ആണെന്ന് തോന്നുന്നു. ഓട്ടറിയാൻ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഇഷ്ടമായോ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നടക്കുക. അല്ല കുഴപ്പമില്ല. ഇതുമ്മ മഞ്ഞുണ്ട്. ഇതുമ്മക്ക് ഇറങ്ങിയ ഉറപ്പായും താന്നു കാണിച്ചു തരാം. താന്നു വരില്ല. എന്താണ്ടാവട്ടെ, ഞാൻ കയറി പോണു. എവിടാ വേടം പിടിച്ച് നടക്കണവേ? എത്തിയില്ലേ? ഗെയിം നല്ല ലാഗ് ഉണ്ട്. എന്താ ചോദിച്ചേക്ക് അറിയത്തില്ല. ഇന്ന് എല്ലാത്തിനല്ല, ഈ വേടാമ പിടിച്ച് നടക്കണമെന്ന് മാത്രം മതി. ഇത് ഇവിടെ അയണുണ്ട് കേട്ടോ. അയണുണ്ട് ഇവിടെ. അതൊരു വേണ്ട അയണെനിക്ക് അത് നോക്കുന്നു. ഒരുത്തനെ കണ്ട് അത് നോക്കുന്നോ അവൻ എന്നെ കണ്ട് ഗൈസ്. ഞാൻ ഇവിടെ കുറച്ച് പറഞ്ഞൊക്കെ വന്നു. എന്നിട്ട് ഇവിടെ ബേഡാമ പിടിച്ച് നടക്കണ ആരെയും ഞാൻ കണ്ടില്ല. ഇവനെ ഞാൻ തീർക്കും കേട്ടോ. എനിക്ക് നിങ്ങളുടെ പേഴ്സനാണ് കണ്ടത്. എവിടെ
ആ അതേക്കണ് ഇവനെയാണ് ഞാൻ തേടിയ വല്ലിക്കാളി ചുറ്റി. ഇവനെയാണ് ഉണ്ട്, വേറെ ഒരുത്തനൊക്കെ ആവശ്യമില്ല. ഓ വെറുതെ ഇത് 1.21 ആയണ്ടേ. ഈ റൈഡിന്റെ നമുക്ക് പോഷനായിട്ട് കിട്ടുള്ളൂ. ആ പോഷൻ നമ്മൾ കുടിച്ചാൽ മാത്രമേ നമുക്ക് റൈഡ് കിട്ടുള്ളൂ. അത് ഞാൻ മറന്നു. 1.21 ക്രിയേറ്റീവ് വേൾഡ് തുടങ്ങിയപ്പോൾ ക്രിയേറ്റീവ് വേൾഡിൽ ഇട്ടപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളൊന്നും നോക്കാൻ വേണ്ടി ഇട്ട് നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അത് കണ്ടിരുന്നു. പക്ഷെ എനിക്കപ്പോൾ അത് അറിയണ്ടായിരുന്നില്ല ഇവന്മാരെ കൊന്നു കഴിഞ്ഞാൽ ആ പോഷൻ കിട്ടുന്നു. ഞാൻ ചോദിച്ചാൽ പോഷൻ ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. അത് നമുക്ക് ബാഡോമ റൈഡ് പോകാൻ ഉണ്ടാക്കുമ്പോൾ ബാഡോമ നമുക്ക് ക്രിയേറ്റീവിൽ എടുക്കാൻ വേണ്ടിയിട്ടാവുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് ഇവന്മാരെ കൊന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അത് എത്ര മിനിറ്റാ? 100 മിനിറ്റാ. എൻ്റെ പൊന്നോ, അപ്പോൾ ഒരുപാട് റൈഡ് ഉണ്ടാവുമല്ലോ. ഞാൻ ക്രിയേറ്റീവിലുണ്ടായിരുന്നു 100 മിനിറ്റ് ആയിരുന്നു. എൻ്റെ ബോട്ടവിടെ ഗൈസ്. ഞാൻ ഇന്ന് ബേസ് പോലെ ബോട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് ഗൈസ്. ഇനി ഞാൻ ആ ബേസിലേക്ക് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ബേസിക്ക് വരുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് ഒരു മോണിമെന്റ്. അവിടെ നിന്നാണ് ഒരു ഗാഡിയായിരിക്കും മൈനിങ് എഫക്റ്റ് കിട്ടി ഗൈസ്. ആ ഗാഡിയനാണെങ്കിൽ മൈനിങ് എഫക്റ്റ് വന്നു. ഇനിക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. 2 മിനിറ്റ് ആണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇനി എന്തെങ്കിലും മോണിമെന്റ് റൈഡ് ചെയ്യാൻ പോകുമ്പോ അത്യാവശ്യം വരും. ഇപ്പൊ രാത്രി ആവാറായി. രാത്രി ചെയ്യണം ഗൈസ്. ഞാൻ റൈഡ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഇപ്പൊ ഹീറോ ഓഫ് ദി ലെജൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര രൂപയ്ക്കാണ് റൈഡ് തന്നെ നോക്കാം. എവിടെ നമുക്ക് ഒരു വില്ലേജ് ക്യാരറ്റ് ഫാമിൽ പോയി ഗൈസ്. അവൻ 2 വില്ലേജറിനെ കൊന്നു. 23 റോട്ടേഷന് എമറാൾഡ് ഒരു 2 ഇത് കിട്ടി റെഡ് സ്റ്റോൺ. പിന്നെ ഈ വില്ലേജസിനോട് നിന്നപ്പോൾ കുറച്ച് ബുക്കും കിട്ടി. 51 എമറാൾഡ് കിട്ടി. പിന്നെ അയണൊക്കെ ഞാൻ അതുപോലത്തെ റിപ്പയർ ആക്കാൻ വേണ്ടി എടുത്താണ്. അപ്പൊ ഇന്നത്തെ കോഡുകളൊക്കെ കംപ്ലീറ്റ് ആയി. എൻ്റെ ബെഡ് ടോട്ട കുറച്ച് കിട്ടി. 2 ടോട്ട തന്നെ തോന്നുന്നു കിട്ടിയത്. ഇവിടെ വിടുന്നു രാവിലെ ആവട്ടെ ഗൈസ്. നമ്മുടെ കോളുകളൊക്കെ കംപ്ലീറ്റ് ആയി ഗൈസ്. നമ്മുടെ ഇന്നത്തെ ലെസ്പ്ലേയുടെ എപ്പിസോഡ് ഇത്രയുള്ള ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ ഗൈസ്. രാത്രി ആയിരുന്നപ്പോൾ രാവിലെയും അതിന് എഫക്റ്റ് ചെയ്തിട്ട് പോയിട്ടില്ല. അയ്യോ ബെഡ് പൊട്ടിയാനല്ലല്ലോ. 2 മിനിറ്റാ? 2 മിനിറ്റാ? അയ്യോ 2 മിനിറ്റ് ഉണ്ടല്ലോ. എന്ത് ചെയ്യും? നമുക്ക് ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് പൊട്ടത്തില്ല. എന്ത് ചെയ്താലും നമുക്കിത് പൊട്ടിക്കാൻ പറ്റില്ല. നമുക്ക് വഴിക്കട്ടെ. നമുക്ക് ഇതെന്താണ് ഭയങ്കര ലാഗ് ഉണ്ട്. ഗെയിമാണെങ്കിൽ ഭയങ്കര ലാഗാ. ഇപ്പൊ ഓഷൻ അങ്ങ് കൊടുത്തിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തല്ല. ബാഡോമൻ 5 ബാറ്റിൽ എത്ര മിനിറ്റ്? 100 മിനിറ്റ്. ഇതൊന്ന് ഞാൻ വിട്ട് കഴിഞ്ഞിട്ടുള്ളാരോ വിട്ടിട്ടില്ല ഗൈസ്. ഞാൻ വീണ്ടും അതിരിക്കായിരുന്നു. മൈനിങ് എഫക്റ്റ് പോയി. പാർട്ടിക്കൽ എന്താ പോവാത്തെന്നാണ് എനിക്ക് മനസ്സിലാകാൻ. എന്തായാലും ആവട്ടെ. ഞാൻ ചേച്ചി ക്രോസ് കൊണ്ടുകൂടി വെച്ചാൽ ഒരുവട്ടം പ്രതീക്ഷിച്ചത് എൻ്റെ ഏരത് ഇരുന്നു. പക്ഷെ അങ്ങനെ എൻ്റെ 58 ഏരം ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങുന്നത് 58 ഏരുണ്ടായിരുന്നു. ഇത് വലിച്ച് ഓക്കെ അങ്ങനെയാണ് ഇവിടേക്ക്. അപ്പം എൻ്റെ 57 ആയി. ഓക്കെ 57 ആയി.
ഇനി ഞാൻ ഈ പോഷൻ കുടിക്കുമ്പോ തന്നെ അത് ഞാൻ സൗണ്ട് കൂട്ടിയിടുമ്പോൾ നമ്മുടെ പാട്ട് കേൾക്കും. പക്ഷെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഗൈസ്, ഞാൻ റെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഈ വീഡിയോക്ക് ഞാൻ പറയണതൊന്നും കേൾക്കില്ല. അതുകൊണ്ട് അവരെ കൊന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.